ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയം, ഒരു ബിദ്അത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തായിരിക്കും. ഇപ്പോൾ തന്നെ നോക്കൂ, എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന 10 സുന്നത്തുകൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുമായിരുന്നു. റസൂലുള്ളാഹിയുടെ വഫാത്ത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിച്ച റസൂലുള്ളാഹിയുടെ ചര്യയാണത്. പിന്നീട് റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. എന്നാൽ ഇവിടെ ഒരു പുതിയ ബിദ്അത്ത് കൊണ്ടുവന്നു. 27-ാം രാവിന് ആളുകളെ പാടത്തേക്ക് കൊണ്ടുപോയി സ്വലാത്ത് നഗറുകൾ, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത്, അതിന്റെ ഫളായിലുകൾ, അതിന്റെ മഹത്വങ്ങൾ നിരവധിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ ഇവിടെ നഷ്ടപ്പെടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ഒരു സുന്നത്താണ്. നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങളെ സുന്നത്തിലേക്ക് മടങ്ങുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ചൊവ്വായ ഒരു മാർഗം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നു എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ 10. അവിടെ ഇതുപോലെ മൈതാനത്തിരുന്നു കൊണ്ട് പ്രത്യേകമായ സ്വലാത്തുകൾ, പ്രത്യേകമായ ദിക്റുകൾ, ദുആ മജ്ലിസുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ സമയം ചിലവഴിച്ച അവസാനത്തെ 10 ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുകയാണ്.